സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസൈൻ ഓഫ് ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീംസ് ആണ്. അപ്പോൾ നമുക്കറിയാം ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പിൽ വരുന്ന ഐ ബീം, ഫോർ എക്സാമ്പിൾ ഐ ബീമാണ് എടുക്കണമെങ്കിൽ ഐ ബീമിൻ്റെ ടോപ്പിൽ വരുന്ന ഫ്ലാഞ്ച് അല്ലെങ്കിൽ കംപ്രഷൻ ആക്ട് ചെയ്യുന്ന ഫ്ലാഞ്ച് എന്ന് വെച്ചാൽ റിസ്ട്രെയിൻഡ് ആയിരിക്കത്തില്ല, അത് ഫ്രീ ആയിട്ടിരിക്കും ഇതുപോലെ. അപ്പോൾ റിസ്ട്രെയിൻഡ് ആവാത്ത കേസിൽ അവിടെ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ് എന്ന് പറഞ്ഞൊരു ഫെയിലിയർ അവിടെ ഒക്കർ ചെയ്യും. അതായത് ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ് എന്ന് പറഞ്ഞൊരു ഫെയിലിയർ ഒക്കർ ചെയ്യും. അത് കാരണം ആ സെക്ഷന് അതിൻ്റെ ഫുൾ പ്ലാസ്റ്റിസിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ദെയർഫോർ ദ മെമ്പർ വിൽ ഫെയിൽ ബിഫോർ ദ ഫുൾ ബെൻഡിങ് സ്ട്രെസ് ഓഫ് ദി സെഷൻ അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് ഫെയിൽ ചെയ്യും. അതായത് എം ഡി നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്ത എം ഡി എന്ന് പറയുന്നത് ബീറ്റ ബി ഇൻറ്റു എഫ് ഐ ബൈ ഗാമ എം സീറോ എന്ന് പറഞ്ഞ നമ്മൾ കാണിച്ചത് ഇൻറ്റു ദറ്റ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ബെൻഡിങ് കപ്പാസിറ്റി മുമ്പ് തന്നെ സെക്ഷൻ ഫെയിൽ ആവും. സോ എന്താണ് ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ് എന്ന് പറയുന്നത്? അതായത് ബക്ലിംഗ് ഓഫ് ദി മെമ്പർ ആണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു ഐ ബീം എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. സോ കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യുമ്പം നമുക്ക് ടോപ്പിൽ ആക്ട് ചെയ്യുന്ന ആയിട്ടുള്ള ലാറ്ററൽ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ സൈഡ് വ്യൂ. ഇപ്പോൾ നമ്മൾ സൈഡ് വ്യൂവിൽ ഐ സെക്ഷൻ ഇതുപോലെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ വി ആർ ആക്ടിങ് ഇതിനൊക്കെ. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് ലാർജ് ആയിട്ടുള്ള സ്പാനിലും പിന്നെ നമ്മുടെ ഈ ബി ബൈ ടി എഫ് റേഷ്യോ കൂടുതലായിട്ടുള്ള സെക്ഷനിലും ഇതുപോലെ ലാറ്ററൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ കംപ്രഷൻ കാരണം അവിടെ ബക്ലിംഗ് ഉണ്ടാവും. അതായത് ടോപ്പിലെ ഫ്ലാഞ്ച് റിസ്ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ട് ടോപ്പ് മാത്രം അത് ബക്കിൾ ചെയ്യും. പക്ഷേ ബോട്ടത്തിലുള്ള ഫ്ലാഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് ആ ടെൻസൈൽ ലോഡ് കാരണം, ടെൻഷൻ സ്ട്രെസ് കാരണം എന്ത് പറ്റും, അത് ഇറ്റ് വിൽ റിമെയിൻ ഇൻ പൊസിഷൻ ആയിരിക്കും. അത് ആ പൊസിഷനിൽ മാറാതെ ഈ സെക്ഷൻ എന്ത് പറ്റും, ഇതുപോലെ ലാറ്ററൽ ആയിട്ടുള്ള ഒരു ബക്ലിംഗ് ഉണ്ടാവും. സോ സെക്ഷൻ ഹാസ് എ ഹോൾ ഇതുപോലെ ബക്കിൾ ചെയ്യും. ഈ ഒരു സെക്ഷൻ ഇങ്ങനെ ലാറ്ററലി അങ്ങോട്ടും ഇങ്ങോട്ടും ബക്കിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനത്തെ ഒരു കേസിനെയാണ് നമ്മൾ ലാറ്ററൽ ടോർഷൻ. ടോർഷൻ എന്ന് പറയുന്നത് റൊട്ടേഷനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടോർഷൻ റൊട്ടേഷൻ മൂലം, പക്ഷെ താഴത്ത് ഫിക്സഡ് ആയിരിക്കും. അതാണ് ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ്. ടോർഷൻ മീൻസ് നമുക്കറിയാം ടോർഷണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ ഇതുപോലെ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഫോഴ്സാണ് ടോർഷൻ. അപ്പോൾ ടോപ്പ് ഫ്ലാഞ്ച് മാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ടോപ്പിലെ ഈ ഫ്ലാഞ്ച് മാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇനിഷ്യൽ പ്ലെയിനിൽ നിന്ന് മാറിയ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ ഇതുപോലെ ടോപ്പിലെ ഫ്ലാഞ്ച് മാത്രമായിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഫെയിലിയർ ഉണ്ടാകുന്നത്. സോ അങ്ങനെ ഉള്ളൊരു ഇത് കാരണം, ബക്ലിംഗ് കാരണം എന്ത് പറ്റും, എം ഡി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് മൂവിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സപ്പോർട്ടഡ് ബീമിൻ്റെ കേസ് ലാറ്ററൽ സപ്പോർട്ട് ബീമിനേക്കാളും അതിനേക്കാളും കുറവായിരിക്കും. ഒരുപാട് കുറവല്ല, അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും. സോ ആ ലാറ്ററൽ ടോർഷൻ ബക്ലിങ്ങിൻ്റെ എഫക്റ്റ് കാരണം ഫുൾ പ്ലാസ്റ്റിസിറ്റി എടുക്കാതെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ്സിൽ ഒരു സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ ഡ്യൂ ടു ലാറ്ററൽ ടോർഷൻ ബക്ലിംഗ് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ നമുക്ക് ജസ്റ്റ് ഡിസൈൻ സ്റ്റെപ്സ് ഓഫ് ലാറ്ററൽ അൺസപ്പോർട്ടഡ് ബീമിൻ്റെ കേസ് നോക്കാം. സോ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ദ ലോഡ് ഓഫ് ദി അൾട്ടിമേറ്റ് ലോഡ് ഓഫ് ദി ബീം നമ്മൾ കണ്ടുപിടിക്കും. അതായത് ഇപ്പോൾ നമുക്ക് സെക്ഷനിൽ ഇതുപോലെ യു ഡി എൽ ആയിട്ടുള്ള ലൈവ് ലോഡും ഡെഡ് ലോഡും പിന്നെ സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുള്ള ലോഡ് സ്ലാബ് ലോഡ് തന്നെയാണ്. നമ്മൾ അതിൽ നിന്ന് അൾട്ടിമേറ്റ് ലോഡ് കണ്ടുപിടിക്കും. ആ ലോഡ് എന്ന് പറയുന്നത് സർവീസ് ലോഡായിരിക്കും. അതിന് നമ്മൾ ഫാക്ടർ ചെയ്തിട്ട് നമ്മൾ ഫാക്ടേർഡ് ലോഡ് കണ്ടുപിടിക്കും. അതിൽ നമ്മൾ സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ചുള്ള മാക്സിമം ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കും. സ്റ്റെപ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം സ്റ്റെപ്സ് ആണ്. അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഓഫ് ദി ട്രയൽ സെക്ഷൻ കണ്ടുപിടിക്കും. സോ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഓഫ് ദി ട്രയൽ സെക്ഷൻ എന്താണ്, ഇസിക്വൽ ടു എം ഡിവൈഡ് ബൈ എഫ് ഐ ഇൻറ്റു ഗാമ എം സീറോ ആയിരിക്കും. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ഇസഡ് പി സെഡ്. ബട്ട് നമ്മൾ സിൻസ് നമ്മുടെ കേസിൽ ആക്ച്വലി അൺസപ്പോർട്ടഡ് ബീം ആയതുകൊണ്ട് നമുക്ക് കിട്ടിയ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് നേരത്തെ ഞാൻ പറഞ്ഞിട്ട് 5 to 10 അല്ലെങ്കിൽ 10 to 20%. പക്ഷേ ഇവിടുത്തെ കേസിൽ നമ്മൾ എബൌട്ട് 20 to 40% അല്ലെങ്കിൽ 50% ഇടയ്ക്കുള്ള ആവറേജ് ആയിരിക്കണം. അത്രയും നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടി വരും സെക്ഷൻ മോഡുലസ്. കാരണം എന്ന് വെച്ചാൽ മെമ്പർ എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഫെയിൽ ബിഫോർ ദ ഫുൾ പ്ലാസ്റ്റിസിറ്റി ഓഫ് ദി സെക്ഷൻ ഇസ് അറ്റൈൻഡ്. സോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കുറച്ചും കൂടെ ഹയർ ആയിട്ട് വെക്കേണ്ടി വരും. സോ അതുകൊണ്ടാണ് ഇവിടെ 1.3 എന്ന് വെച്ചാൽ നമ്മൾ 30% നമ്മൾ അതിന് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് നമുക്ക് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് നോർമലി കിട്ടുന്നതിനേക്കാളും. അപ്പോൾ അത്രയും എക്സ്ട്രാ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് വെച്ചിട്ടായിരിക്കണം നമ്മൾ കാൽക്കുലേഷൻ നടത്താനുള്ളത്. അപ്പോൾ നമുക്ക് നോർമലി എന്താണ്, നമ്മൾ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിന് ശേഷം നമ്മൾ എന്ത് പറ്റും, നമ്മൾ അതിൽ നിന്നും അനക്സർ എച്ചിലോട്ട് പോകും. IS 800 പോയിട്ട് ആ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിനനുസരിച്ച് ഉള്ള സെക്ഷൻസ് നമ്മൾ ചൂസ് ചെയ്തിട്ട് അതനുസരിച്ചുള്ള സെക്ഷണൽ പ്രോപ്പർട്ടീസ് നമ്മൾ SP6 നോക്കി എഴുതും. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് ബെൻഡിങ് കപ്പാസിറ്റി ഓഫ് സെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ടേബിൾ 2 ഓഫ് IS 800 2000 പോയിട്ട് ആ സെക്ഷൻ വെദർ ഇറ്റ്സ് പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ സെമി കോമ്പാക്റ്റോ എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പോകും. സിലിണ്ടറിലോട്ട് നമ്മൾ യൂഷ്വലി പോകാറില്ല.
ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഷിയറിൻ്റെ കേസ് ചെക്ക് ചെയ്യും, വെദർ ഷിയർ വിൽ ബി ഇൻഫ്ലുവൻസിങ് ദ MD, ദാറ്റ് ഈസ് ഡിസൈൻ മൊമെന്റ് കപ്പാസിറ്റി ഓഫ് ദി ബീം. സോ അതിന് നമ്മൾ ഷിയർ ക്ലോസ് 8.4 പോയിട്ട് നമ്മൾ ഷിയറിൻ്റെ കേസ് കണ്ടുപിടിക്കും. ദെൻ വി വിൽ ചെക്ക് വെദർ ദ ബീം ഈസ് ഹൈ ഷിയർ ആണോ ലോ ഷിയർ കേസ് ആണോ എന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി ലോ ഷിയർ കേസ് ആയിരിക്കണം നമ്മുടെ സെക്ഷൻ. ഹൈ ഷിയർ കേസ് വരുമ്പോൾ നമ്മുടെ കോഡിൽ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു റീഡിസൈൻ ദ സെക്ഷൻ. കാരണം അത്രയും ഷിയർ ആക്ട് ചെയ്ത് ബെൻഡിങ് മൊമെന്റ് കുറഞ്ഞ കാരണം സെക്ഷൻ കുറച്ചും കൂടെ ഫെയിൽ ആകും. എസ്പെഷ്യലി അത് ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീംസും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഫെയിലർ ചാൻസസ് ഇനി കൂടാനാണ് ചാൻസ്. സോ യൂഷ്വലി നമ്മൾ ലോ ഷിയർ കേസിലാണ് എപ്പോഴും ഡിസൈൻ ചെയ്യാനുള്ളത്. സോ ഇനി നമ്മൾ ബെൻഡിങ് ചെക്ക് ചെയ്യുന്നത് ലോ ഷിയർ കേസ് നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഫോർ അൺസപ്പോർട്ടഡ് ബീംസിൽ നമ്മൾ നോർമലി നമുക്ക് ഈ ഇക്വേഷൻ അറിയാം. അതായത് ഫോർ എ സപ്പോർട്ടഡ് കേസിൽ ഈ MD എന്ന് പറയുന്നത് ബീറ്റ ബി ഇൻറ്റു ZP ഇൻറ്റു എഫ് വൈ ബൈ ഗാമ എംസുഡ് ആയിരുന്നു. നോ വിൽ റീപ്ലേസ് വിത്ത് ഇറ്റ് എ ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് ഓഫ് FBD ആയിട്ട് റീപ്ലേസ് ചെയ്യും അല്ലേ. ഒരു ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് FBD ആയിട്ട് റീപ്ലേസ് ചെയ്യും. സോ നമ്മൾ കോഡിൽ ക്ലാസ് 8.2 പറയുന്ന പ്രൊവിഷൻസ് ആണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ FBD എന്ന് പറയുന്നത് എന്താണ്? FBD എന്ന് പറയുന്നത് ഡിസൈൻ ബെൻഡിങ് കംപ്രസീവ് സ്ട്രെസ് ആണ്. അതായത് നമ്മുടെ അൺസപ്പോർട്ടഡ് ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന കംപ്രസീവ് സ്ട്രെസ് ആണ്. അതെന്ന് വെച്ചാൽ ആ മെറ്റീരിയലിൻ്റെ ഈൽഡ് സ്ട്രെങ്തിനേക്കാളും ഒരു ഫാക്ടർ കുറവായിരിക്കും. ആ ഫാക്ടറാണ് ψLT എന്ന് പറയുന്ന ഫാക്ടർ. ഈ ഫാക്ടർ എന്തുകൊണ്ട് കൊടുക്കുന്നത് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ആക്ച്വലി പറയണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബെൻഡിങ് സ്ട്രെസ് റിഡക്ഷൻ ഫാക്ടർ ടു അക്കൗണ്ട് ഫോർ ദ ലാറ്ററൽ ടോർഷൻ ബക്ലിംഗ്. അതായത് ലാറ്ററൽ ടോർഷൻ ബക്ലിംഗ് കാരണം നമ്മൾ എന്ത് സംഭവിക്കുന്നു ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ അക്കൗണ്ടിന് വേണ്ടി നമുക്ക് കിട്ടിയ ഈ FY ബൈ ഗാമ എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഈൽഡ് സ്ട്രെങ്ത്, ദറ്റ് ഈസ് ഫാക്ടേർഡ് ഈൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ ഈൽഡ് സ്ട്രെങ്തിനെ നമ്മളൊരു ψLT എന്ന് പറഞ്ഞൊരു റിഡക്ഷൻ ഫാക്ടർ കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യും. സോ എന്താണ് ψLT എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമ്മൾ കോഡിൽ ക്ലോസ് 8.2.2 പറയുന്നുണ്ട്, വിച്ച് ഈസ് ψLT പ്ലസ് ψLT സ്ക്വയർ മൈനസ് ദ സ്ട്രെങ്തനെസ് റേഷ്യോ SLT ദ ഹോൾ റേസ് ടു 0.5 അത് റൂട്ടാണ്. അപ്പോൾ എന്താണ് ψLT എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ψLT എന്ന് പറഞ്ഞ ഒരു ഫാക്ടറാണ് വിച്ച് ഈസ് ഗിവൺ ഓവർ ഹിയർ. അതിൻ്റെ കറസ്പോണ്ടിങ് കാൽക്കുലേഷൻ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന യൂഷ്വലി I സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? റോൾഡ് സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് α/LT 0.21 ആണ്. അതുപോലെ കോഡിൽ വെൽഡഡ് സീൽ സെക്ഷൻ പറയുന്നുണ്ട് വിച്ച് ഈസ് 0.49 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ 0.29 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമല്ലോ. സ്ലെൻഡർനെസ് റേഷ്യോ ഇപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്ലെൻഡർനെസ് റേഷ്യോ ഒരു നോർമൽ കേസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ നമ്മുടെ ഈ ഇക്വേഷനിൽ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് വെച്ചാൽ ബേസ് ഓൺ ക്രിട്ടിക്കൽ ബെൻഡിങ് മൂലം കൊടുത്തതാണ് FY/MCR എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് ആണ് MCR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ψLT നോർമലായിട്ടുള്ള രീതി ഒരു നോൺ ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു സെൻട്രസ് റേഷ്യോ ആണ്. സോ ഹിയർ MCR എന്ന് പറയുന്നത് നമ്മുടെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ലാറ്ററൽ ബക്ലിംഗ് മൊമെന്റ് ആണ്. അതായത് ലാറ്ററൽ ബക്ലിംഗ് മൊമെന്റ് എന്ന് വെച്ചാൽ ബക്ലിംഗ് സംഭവിക്കുന്നതിനുള്ള ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷന് ബക്ലിംഗ് സംഭവിക്കുന്നതിനുള്ള മൊമെന്റ് ഏത് മൊമെന്റ് ആണ് അത്. സോ നമ്മൾ കോഡിൽ തന്നെ ക്ലോസ് 8.2.1 ആക്ച്വലി MCRന്റെ ഈ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, പൈ സ്ക്വയർ EI ബൈ നമ്മുടെ LLT. സോ LLT എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് ഫോർ ലാറ്ററൽ ടോർഷൻ ബക്ലിംഗ് ആണ്, ടേബിൾ 15 ഇൻറ്റു GIT പ്ലസ് പൈ സ്ക്വയർ EIW ബൈ LLT ദ ഹോൾ സ്ക്വയർ. സോ IW എന്ന് പറയുന്നത് നമ്മുടെ വെബിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. അപ്പോൾ അതിൻ്റെ 1 മൈനസ് BF ഇൻറ്റു IY ഇൻറ്റു HY സ്ക്വയർ ആണ്. സോ ഇതിൻ്റെ ഓരോ വാല്യൂസും നമ്മൾ എന്താണെന്നുള്ളത് പറയും. സോ ഇതിൽ IT എന്ന് പറയുന്നത് ടോർഷണൽ കോൺസ്റ്റന്റ് ആണ്. ഇതിൽ നമ്മൾ IT എന്ന് പറയുന്നത് അതായത് ടോർഷൻ കോൺസ്റ്റന്റ് ആണ്. അതായത് നമ്മുടെ ഓപ്പൺ സെക്ഷൻ്റെ കേസിൽ സിഗ്മ ബി ഇൻറ്റു TI³ ഡിവൈഡ് ബൈ 3 ഇതാണ്. ഓൾസോ നമുക്കറിയാം G എന്ന് പറയുന്നത് അറിയാമല്ലോ, നമുക്ക് G എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മുടെ E ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 മൈനസ് μ 0.3 ആയിട്ട് എടുക്കും. IW എന്ന് പറയുന്നത് വാർപ്പിംഗ് കോൺസ്റ്റന്റ് ആണ്, പേജ് 129 IS 8 ആണ്. അപ്പം ഇനി BF എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് I ഓഫ് FC ഫ്ലാഞ്ചിൻ്റെ ഇൻ കംപ്രഷൻ ഡിവൈഡ് ബൈ I ഓഫ് FC പ്ലസ് I ഓഫ് FT വിച്ച് ഈസ് ഈക്വൽ ടു യൂസിങ് എ സിമെട്രിക്കൽ സെക്ഷൻ ആയ I സെക്ഷൻ ആണെങ്കിൽ നമ്മൾ 0.5 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരിക്കും. സോ ഇത്രയും ഫാക്ടേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ FBD കണ്ടുപിടിക്കാം. സോ FBD കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ψLT അറിയണം, ψLT അറിയണമെങ്കിൽ φLT λLT അറിയണം. പക്ഷേ λLT അറിയണമെങ്കിൽ നമുക്ക് MCRൻ്റെ അതായത് നമ്മുടെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ലാറ്ററൽ ബക്ലിങ്ങിൻ്റെ വാല്യൂസും അറിയണം. സോ ഇത്രയും ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ FBD അതായത് FBD എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് ഓഫ് കംപ്രസീവ് സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് ആയ ലാറ്ററൽ MDയുടെ വാല്യൂ ആയ ബീറ്റ ബൈ ZP FBD ZP എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത ഇതായിരിക്കും. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് MD കിട്ടും, വിച്ച് ഇസ് മസ്റ്റ് ബി ആൾവേസ് ബി ഗ്രേറ്റർ ദാൻ M. നമ്മുടെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ്സിനേക്കാളും കൂടുതലായിരിക്കണം, എന്നാൽ മാത്രമേ ബെൻഡിങ് മൊമെന്റിനേക്കാളും കൂടുതലായിരിക്കും എന്നാൽ സെക്ഷൻ സേഫ് ആണ്. സോ ദിസ് ഈസ് ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത്, ദിസ് ഇസ് എ ഡിസൈൻ മൊമെന്റ് ഡ്യൂ ടു ദ എക്സ്റ്റേണൽ ലോഡ്.
അതിനുശേഷം നമ്മൾ ഹൈ ഷിയറിൻ്റെ കേസ് ക്ലോസ് 8.2 ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഓർമ്മ ചെയ്യുന്ന ഡിഫ്ലക്ഷൻ ചെക്കും വെബ് ബക്ലിംഗ് അറ്റ് സപ്പോർട്ടും ആസ് പെർ ക്ലോസ് 8.3.1 വെബ് ക്രിപ്ലിംഗ് ദറ്റ് ഈസ് ആസ് പെർ ക്ലോസ് 8.7.4 നമ്മൾ ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീംസിൻ്റെ കേസ് ചെയ്യാനുള്ളത്. സോ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഓരോ ഇതെടുക്കേണ്ടതെന്നും എന്തൊക്കെ വാല്യൂസ് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ഡിസൈൻ സ്റ്റെപ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മാത്രം മതിയാകും. സോ നമ്മൾ ഇനി ഒരു പ്രോബ്ലം ഈ ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീമിൽ ചെയ്ത് നോക്കാം. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് calculate the moment carrying capacity of a laterally unrestrained, അതായത് unsupported beam made of ISMB 400 and the length of the member is equal to 4 meter. Assume the necessary data suitably. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ ഇവിടെ ഏത് സെക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ISMB 400. അപ്പം ഹിയർ സപ്പോർട്ട് കണ്ടീഷൻ ലാറ്ററൽ അൺസപ്പോർട്ടഡ് ബീം ആണ്. സ്പാൻ ഓഫ് ദ മെമ്പർ 4 മീറ്റർ തന്നിട്ടുണ്ട്. സോ നമ്മൾ SP6 സ്റ്റീൽ ടേബിളിൽ ISMBയുടെ പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതണം. അതായത് അതിൻ്റെ ഹൈറ്റ്, ദാറ്റ് ഈസ് ഹൈറ്റ് എന്ന് വെച്ചാൽ MB 400 തന്നെ ഹൈറ്റ് നമുക്ക് 400 എന്ന് മനസ്സിലായി. BF എന്ന് വെച്ചാൽ ദ വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ആണ് 140. TF തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, F എന്ന് പറയുന്നത് ഫ്ലാഞ്ച് ഡോട്ട് ചെയ്യുന്നു, T തിക്നെസ് ഡോട്ട് ചെയ്യുന്നു. W വെബ്, അപ്പോൾ TW എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് വെബ് 8.9 mm. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് IZ ആക്സിസ് എന്ന് പറയുന്നത് is 204.58 × 6 mm/4 IYY. ദെൻ ഇത് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസും പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും നമ്മൾ അനക്സർ H നിന്നാണ് എഴുതേണ്ടത്. പേജ് നമ്പർ 139 ആണെന്ന് തോന്നുന്നു ഓഫ് IS 800 ആയിരിക്കും. സോ ആൾസോ നമ്മൾ SP6 R1 വാല്യൂ RYയുടെ വാല്യൂ നമ്മൾ എഴുതണം. ഇത്രയും ഡേറ്റാസ് നമുക്ക് നമ്മുടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്ന ISMB 400 നമുക്ക് എഴുതാൻ സാധിക്കും. അടുത്തതെന്ന് വെച്ചാൽ എന്തായിരിക്കും നമ്മുടെ സ്റ്റെപ്പ് അനുസരിച്ച്? സോ അതിൻ്റെ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ചെയ്യണം. അതായത് ഇത് പ്ലാസ്റ്റിക് ആണോ കോമ്പാക്റ്റ് ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്യണം. സോ നമുക്കറിയാം എഫക്റ്റീവ് ഡെപ്ത് ഓഫ് എ റോൾഡ് സ്റ്റീൽ സെക്ഷൻ എന്ന് പറയുന്നത് അറിയാം, ടോട്ടൽ ഹൈറ്റ് മൈനസ് 2 ടൈംസ് തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് പ്ലസ് ദ റേഡിയസ്. അതായത് നമ്മുടെ ഒരു സെക്ഷൻ്റെ നമ്മൾ എടുക്കുമ്പോൾ ഇതാണ് അതിൻ്റെ സെക്ഷൻ. ഞാനിവിടെ സെക്ഷൻ എടുത്തിരിക്കുകയാണ്, ഐ സെക്ഷൻ്റെ സെക്ഷൻ. ദിസ് ഈസ് ദ റേഡിയസ് പോർഷൻ ആൻഡ് ദിസ് ഈസ് ദ TF ഈസ് ദ ഫ്ലാഞ്ച്, ദിസ് ഈസ് ദ R1. ഈ ഡിസ്റ്റൻസ് താഴോട്ടുള്ള ഡിസ്റ്റൻസ് അതായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 സൈഡിലുണ്ട് ഇതുപോലെ ഫുൾ ഐ സെക്ഷൻ വരുന്നു. അപ്പം ഈ ഡെപ്തിന് ക്ലിയർ ഡെപ്ത് ഓഫ് ദി വെബ് എന്ന് പറയും, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ വി ഹാവ് ഇറ്റ വാല്യൂ വിച്ച് ഇസ് √250/Fy is 1 because we assume that the yield strength of the steel which are using is FE like 250 ആണ്. Now outstand of the flange, because നമ്മൾ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ഏതിൻ്റെ ബേസിലാണ് കണ്ടുപിടിക്കുന്നത്? സെക്ഷൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ ടേബിൾ 2ൻ്റെ ബേസിസിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ? സെക്ഷൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ടേബിൾ 2ൻ്റെ ബേസിലാണ് കണ്ടുപിടിക്കുന്നത്. സോ ടേബിൾ 2ൽ പറയുന്നുണ്ട് അത് ഏത് സെക്ഷനാണെന്നുള്ളത് നമ്മൾ ആദ്യം അതിൻ്റെ ഫ്ലാഞ്ചിൻ്റെ ബക്ലിംഗ് ചെക്ക് ചെയ്യണം. ബക്ലിംഗ് ചെക്ക് ചെയ്യണം B/TF റേഷ്യോ, അതായത് ഔട്ട്സ്റ്റാൻഡ് ഓഫ് ദി ഫ്ലാഞ്ച് ആണ്. അപ്പോൾ ഐ സെക്ഷൻ്റെ കേസ് ഇതിൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡ് ഓഫ് ദി ഫ്ലാഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ B/2 എന്ന് എടുക്കാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതാണ്. നമ്മൾ ഇതുവരെ ചെയ്ത ലാറ്ററൽ സപ്പോർട്ട് ബീംസിൻ്റെ സെയിം സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ അതിൻ്റെ കാൽക്കുലേഷനിൽ നമ്മൾ ഒരു റോൾ സെക്ഷനിൽ നമ്മൾ B/TF റേഷ്യോയും നമ്മൾ D/TW റേഷ്യോൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ സെക്ഷൻ ക്ലാസിഫിക്കുന്ന ബേസ് ഓൺ ടേബിൾ 2 ഓഫ് IS 800. സോ ഇതിൽ എന്താണ് നമ്മുടെ D/TWയുടെ കേസിൽ D എന്ന് പറയുന്നത് ക്ലിയർ ഡെപ്ത് ഓഫ് ദി വെബ് ആയിരിക്കും. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്ന ക്ലിയർ ഡെപ്ത് ഓഫ് ദി വെബ് എന്ന് വെച്ചാൽ ടോട്ടൽ ഡെപ്ത് ഓഫ് ദി ഐ സെക്ഷൻ്റെ ടോട്ടൽ ഡെപ്ത് മൈനസ് 2 ടൈംസ് ദ R1 പ്ലസ് നമ്മുടെ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആയിരിക്കും. ഞാൻ ആൾറെഡി നേരത്തെ പ്രോബ്ലത്തിൽ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തായിരുന്നു, എന്നാലും ഒന്നുകൂടി ഞാൻ പറയാം. അതായത് ഇതാണ് നമ്മുടെ ഐ സെക്ഷൻ എങ്കിൽ ഐ സെക്ഷൻ നമുക്ക് ഇതുപോലെ കർവ് കാണും. കർവ് കണ്ടിട്ട് പിന്നെയാണ് ഒരു സ്ട്രെയിറ്റ് പോർഷൻ വരുന്നത്. ആ സ്ട്രെയിറ്റ് പോർഷൻ എല്ലാം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വീണ്ടും ഇതുവരെ ഒരു കർവ് കാണും, അതിന് ശേഷമാണ് ഐ സെക്ഷൻ. ഇതാണ് ഒരു ഐ സെക്ഷൻ്റെ ഒരു ഇത്. ഈ ഇത്രയും പോർഷനാണ് നമ്മുടെ സ്ട്രെയിറ്റ് പോർഷൻ. ഇത് നമ്മുടെ കർവാണ്, റേഡിയസ് R1 ആണ്. ഇത് നമ്മുടെ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. സോ നമുക്ക് ഈ D എന്ന് പറയുന്നത് ക്ലിയർ ഡെപ്ത് ആയിരിക്കണം. അതായത് നമുക്ക് ഇത്രയും വരുന്ന ഡെപ്ത് മാത്രമാണ് ഡിയിൽ വരുന്നത്. സോ ആ ഡെപ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡെപ്ത് കിട്ടണമെങ്കിൽ നമ്മൾ ടോട്ടൽ ഹൈറ്റ് മൈനസ് 2 ടൈംസ് R1 R4 ചെയ്യാൻ മാത്രമേ നമുക്ക് ഈ D കിട്ടത്തുള്ളൂ. സോ അതിനുശേഷം നമുക്ക് TW റേഷ്യോ, TW തിക്നെസ് ഓഫ് വെബ് ആണ്. അപ്പം D/TW എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ 38.20 ആണ്. അത് ലെസ് ദാൻ 84 ടൈംസ് 8 ആണ്. ടേബിൾ 2ൽ നോക്കിയാൽ 84 എന്ന് പറയുന്നതാണ്, വേറെ E = √2
250 by F5 ആയിരിക്കും. ഇവിടുത്തെ കേസിൽ F5 250 അത് 1 ആയിരിക്കും. സോ നെക്സ്റ്റ് ഫോർ B by TF റേഷ്യോ എന്ന് ചെയ്യും. B എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സ്റ്റാൻഡ് ഓഫ് ദി ഫ്ലാഞ്ച് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡ് ഓഫ് ദി ഫ്ലാഞ്ച് എന്ന് പറയുമ്പോൾ ഇസ് BF by 2 ആണ്, which is 140 by 2, അതായത് BF by 2. അതായത് നമ്മുടെ ഔട്ട്സ്റ്റാൻഡ് ഓഫ് ദി ഫ്ലാഞ്ച് എന്ന് പറയുമ്പോൾ ഐ സെക്ഷൻ്റെ കേസിൽ വരച്ചാൽ ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ B എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് BF by 2 ആണ്. ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഫ്ലാഞ്ച് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ഫ്ലാഞ്ച് എന്ന് പറയും, ഈ ഒരു സെക്ഷൻ നമ്മൾ വെബ് എന്നും പറയും. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. അതായത് നമുക്ക് ഈ ഒരു കേസിൽ ഏതൊരു ഐ സെക്ഷനിൽ ഇത് രണ്ടിനും നമ്മൾ ഫ്ലാഞ്ച് എന്നാണ് പറയുന്നത്. സോ ഔട്ട്സ്റ്റാൻഡ് ഓഫ് ദ ഫ്ലാഞ്ച് എന്ന് പറയുമ്പം എത്രമാത്രം ലെന്ത് അത് പുറമോട്ട് ഇരിക്കുന്നതാണ്, ഔട്ട്സ്റ്റാൻഡ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഇത് BF ആണ്. ഈ ടോട്ടൽ ലെന്ത് എന്താണ്? നമുക്കറിയാം ഈ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് BF ആണെങ്കിൽ അതിൻ്റെ നേരെ ഹാഫ്. So it is BF by 2, it is 140 by 2, 70 mm. And what is B by TF ratio? കാരണം നമ്മൾ ടേബിൾ 2 നോക്കിയാൽ അറിയാം B by TF ratio അനുസരിച്ചാണ് നമ്മൾ സെക്ഷൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യുമ്പോൾ 4 which is less than 9.5 into E is 1. So hence നമുക്ക് പറയാം നമ്മുടെ സെക്ഷൻ ക്ലാസ് 1 അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സെക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഓൾസോ D by TW less than 64 ആയിട്ട് നമുക്ക് ഷിയർ ബക്കിളിംഗ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ ഡിസൈൻ ബെൻഡിങ് മൊമെന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് ഡയറക്റ്റ് ആയിട്ട് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഈ ഡയറക്റ്റ് മിനിമം കപ്പാസിറ്റി ക്ലോസ് ഏതാണ്? ക്ലോസ് എന്ന് പറയുന്നത് 8.2.2 ആണ് നമ്മുടെ ക്ലോസ് വരുന്നത്. അപ്പോൾ ആ 8.2.2ന്റെ ക്ലോസിൽ ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീമിന്റെ കേസിൽ നമ്മുടെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബീറ്റ ബി ഇൻറ്റു ZP ഇൻറ്റു FCD ആണ്. ബീറ്റ ബി എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിന്റെ ഒരു റേഷ്യോ ആണ്. ദാറ്റ് ഈസ് ദ ഇലാസ്റ്റിക് ഓഫ് പ്ലാസ്റ്റിക്. അപ്പോൾ ബീറ്റ ബി ഫോർ പ്ലാസ്റ്റിക്കിനും കോമ്പാക്റ്റിനും 1 ആണ്. ZP എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഓഫ് ദി ക്രോസ് സെക്ഷൻ ആണ്. നമ്മൾ FCD എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈൻ ബെൻഡിങ് കംപ്രസീവ് സ്ട്രെസ് ആണ്. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് LLT എന്ന് പറയുന്നത് നമ്മുടെ ലെന്ത് ആണ്. സോ ഇറ്റ് ഈസ് 4000 ആണ്, 4 മീറ്റർ ആണ്. E എന്ന് പറയുന്നത് 2.5 ആണ്. സോ ഫോർ ദാറ്റ് കാൽക്കുലേറ്റിംഗ് നമ്മുടെ FBD കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് SILT എന്ന് പറയുന്ന ഫാക്ടർ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ കോഡിൽ പ്രൊവിഷൻ. സോ കോഡിൽ പ്രൊവിഷനിൽ FBD ഉണ്ട്. ആൻഡ് FBD എന്ന് പറയുന്നത് നമുക്ക് SILT ഇൻറ്റു FY ബൈ ഗാമ M0 എന്നുണ്ട്. വേർ SILT is this and PhiLT ഇതാണ്. ആൻഡ് ഓൾസോ ഗാമ LT എന്ന വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് റേഷ്യോ ഓഫ് റൂട്ട് ഓഫ് FY ബൈ FBRB എന്ന് പറയുന്നത്. സോ FBRB എന്ന് പറയുന്നത് എന്താണ്? FBRB എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ട്രീം ഫൈബർ ബെൻഡിങ് കംപ്രസീവ് സ്ട്രെസ് ആണ്. സോ FBRB എന്ന് പറയുന്നത് എക്സ്ട്രീം ഫൈബർ ബെൻഡിങ് കംപ്രസീവ് സ്ട്രെസ് ആണ്. ഹിയർ ദിസ് FBRB എന്ന് പറയുന്നത് എക്സ്ട്രീം ഫൈബർ കംപ്രസീവ് സ്ട്രെസ് ആണ്. ഈ റേഷ്യോ എടുത്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ നോൺ ഡയമെൻഷൻ സ്റ്റിൻഡ്രസ് റേഷ്യോ കണ്ടുപിടിക്കും. ആ നോൺ ഡയമെൻഷൻ റേഷ്യോ കണ്ടുപിടിച്ചാൽ ആൽഫ LT ഐ സെക്ഷൻ ആയിട്ട് 0.29 PhiLT കിട്ടും. PhiLT കിട്ടി നമ്മൾ SILT കിട്ടും. SILT കിട്ടി നമുക്ക് അതിന് BD കിട്ടും. സോ ഈ ഒരു ഇതിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം അതുകൊണ്ട് FBR കണ്ടുപിടിക്കണം. FBR എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ആസ് പെർ കോഡ് അനുസരിച്ച് ഇവിടെ പറയുന്നുണ്ട് 1.1 into 5² into LT by RY the whole square plus ഒരു ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള നമ്മൾ ആസ് പെർ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ഡേറ്റാസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം E എന്ന് പറയുന്നത് 2 into 10⁵ ആണ് ഫോർ എ സ്റ്റീൽ സെക്ഷൻ. L ഞാൻ 4000 ആണ് എടുത്തത്. RY നമ്മുടെ SP6 കിട്ടും. RY എന്ന് പറയുന്നത് 28.2 mm ആണ് കിട്ടിയത്. സോ അതിന്റെ സ്ക്വയർ പ്ലസ് 1 plus 1 by 20 into same LLT by RY പ്ലസ് ഹിയർ HF എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ഫ്ലാഞ്ച് ആണ് ഡിവൈഡ് ബൈ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ചെയ്യുക. സോ നമുക്കൊരു 174.8 Newton per mm square കിട്ടും. നോൺ ഡയമെൻഷണൽ സെൻട്രസ് റേഷ്യോ എന്തോ ആസ് പെർ നമ്മുടെ ക്ലോസ് അനുസരിച്ച് നോൺ ഡയമെൻഷണൽ സെൻട്രസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ റൂട്ട് ഓഫ് FY ബൈ FCRB, അത് എക്സ്ട്രീം ഫൈബറിലെ കംപ്രസീവ് സ്ട്രെസ് ഡിവൈഡ് ബൈ ഈൽഡ് സ്ട്രെങ്ത് ആയിട്ട് എടുക്കാൻ പറ്റും. സോ നമ്മൾ അതുകൊണ്ട് ഞാൻ അതിന്റെ റേഷ്യോ എടുത്തു. നമുക്ക് ചെയ്തപ്പോൾ എനിക്ക് നോൺ ഡയമെൻഷണൽ സെൻട്രസ് റേഷ്യോ 1.20 കിട്ടി. നമുക്കറിയാം നമ്മൾ യൂസ് ഐ സെക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ആൽഫ LT എന്ന് പറയുന്നത് 0.21 ആണ്. അതും കോഡിൽ തന്നെ പറയുന്നുണ്ട്. സോ കോഡിൽ പോവുകയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ദ ഇംപെർഫെക്ഷൻ പാരാമീറ്റർ ഓഫ് ആൽഫ LT is 0.2 for rolled steel section. ഒരു ISMB 400 എന്ന് പറയുന്നത് റോൾഡ് സ്റ്റീൽ സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യും. സോ എന്നിട്ട് നമ്മൾ PhiLT ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. PhiLT ഇക്വേഷൻ കോഡിൽ തന്നെ ഉണ്ട്. ക്ലോസ് 8.2 തന്നെ ഉണ്ട്.
ഈ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5LT എന്ന് പറയുന്നത് 1.325 കിട്ടും. അതിൽ നിന്ന് നമ്മൾ bending stress reduction factorലോട്ടുള്ള ഇക്വേഷൻ പോകും. നമ്മൾ bending stress reduction factors in terms of 5LT and non-dimensional stiffness ratio. And it also must be always be less than or equal to 1 ആയിരിക്കണം. ഇവിടെ ചെയ്യുമ്പോൾ 0.53 കിട്ടും. It is less than 1, it's okay. Now we will get the psi-LT factor. അപ്പോൾ psi-LT factor കിട്ടിയാൽ നമുക്ക് FBD കണ്ടുപിടിക്കാൻ പറ്റും. FBD എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ psi-LT FI gamma SR അങ്ങനെ നമുക്ക് FBDയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഒരു FBD കിട്ടി, നമുക്ക് ZP അറിയാം, സെക്ഷൻ മോഡുലസ് അനക്സർ വെച്ച് കിട്ടി, ബീറ്റ ബി 1 ആണെങ്കിൽ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് കപ്പാസിറ്റി 5SB4 എന്ന് വെച്ചാൽ 141.654 kNm. സോ ഇവിടെ നമ്മൾ 10⁶ എന്ന് പറയുന്നത് നമ്മുടെ ZPയുടെ വാല്യൂയുടെ ഇതാണ്, ക്യൂബാണ്. ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് കപ്പാസിറ്റി ഓഫ് എ ലാറ്ററൽ ഐ സെക്ഷൻസിൽ മാത്രം ചോദിച്ചാൽ ചെയ്യണം. എന്താ നമ്മൾ ഫസ്റ്റ് ആ സെക്ഷനെ പ്രോപ്പർട്ടീസ് ചെയ്തിട്ട് ജസ്റ്റ് സെക്ഷൻ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് ബെൻഡിങ് മൊമെന്റ് കപ്പാസിറ്റി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിസൈൻ പ്രോബ്ലം ചെയ്യാൻ പോകുന്നു. സോ ക്വസ്റ്റ്യൻ ഇതാ, ഡിസൈൻ എ ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീം for an effective span of 4 meters subject to an UDF uniformly distributed 10 kN/m enclosed zero self weight. അതായത് സെൽഫ് വെയിറ്റും കൂടെ ചേർന്നിട്ടാണ് ആ 10 kN/m എന്ന യൂസ് FE410 എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്കറിയാം, ഇതുവരെ പഠിച്ചതല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ലോഡ്, ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. ഇവിടെ ജസ്റ്റ് നമുക്ക് UDF തന്നിട്ടുണ്ട്, അത് ഫാക്റ്റഡ് ആണെന്ന് പറയാത്ത സ്ഥിതിക്ക് ടോട്ടൽ 10 kN/m എന്ന് എഴുതിയിട്ട് നമ്മൾ അതിനെ ഫാക്ടർ ചെയ്യും. which is 1.5 into 10. 1.5 എന്ന് പറയുന്നത് ഫാക്ടർ ഫോർ ലോഡാണ്. is 15 kN/m ആയിരിക്കും. Since it is a simply supported beam and is a lateral supported beam of 50 span വന്നിട്ട് പ്രത്യേകം പറയുന്നത്, we will consider it as a simply supported case. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കും simply supported ആണെന്നുള്ളത്. സോ ഈ ബെൻഡിങ് മൊമെന്റ് അറിയാം, simply supported കേസിൽ WL²/8 ആണെന്നുള്ളത്. സോ W എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഫാക്ടേഡ് ആയിട്ടുള്ള UDL ആയിരിക്കും. L എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാൻ ആയിരിക്കും. ക്വസ്റ്റ്യനിൽ എഫക്റ്റീവ് സ്പാൻ തന്നെയാണ് തന്നിരിക്കുന്നത്. സോ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ 4 മീറ്റർ ആണ്, 4² സോ 30 kN/m എന്ന് കിട്ടും. ഷിയർ ഫോഴ്സ് നമുക്കറിയാം, WL/2 ആണെന്ന് അറിയാം. സോ 15 ആണ് നമ്മുടെ ഫാക്ടേഡ് ലോഡ് ഇൻറ്റു എഫക്റ്റീവ് 4/30 kN കിട്ടും. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്തു. ഫാക്ടേഡ് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് റിക്വയർഡ് ഫോർ ദ ട്രയൽ സെക്ഷൻ. സിൻസ് വി ആർ യൂസിങ് എ അൺസപ്പോർട്ടഡ് ബീം, വി ഹാവ് ടു ടേക്ക് 30% എക്സ്ട്രാ ഫോർ അവർ സെക്ഷൻ മോഡുലസ്. അതിനാണ് 1.3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത്. മൊമെന്റ് 30 kN/m നമ്മൾ ന്യൂട്ടൺ mm കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 10⁶ മൾട്ടിപ്ലൈ ചെയ്യും. 1.250 ആകുമ്പോൾ നമുക്ക് സെക്ഷൻ മോഡുലസ് റിക്വയർഡ് അതായത് 171.6 into 10⁻³ mm³ കിട്ടും. So here the plastic section modulus is required in 30 to account for the lateral torsion buckling. So അതിനനുസരിച്ച് നമ്മൾ ഈ സെക്ഷൻ മോഡുലസിനനുസരിച്ചുള്ള ഒരു സെക്ഷൻ നമ്മൾ അനക്സർ H of IS800 പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ISMB 225 സെക്ഷൻ മോഡുലസ് 348.27 into 10⁻³ എന്ന് കിട്ടും. സോ ഞാനിത് നമുക്ക് ഡിസൈൻ പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് എക്കോണമിനേക്കാളും കൂടുതൽ സെക്ഷൻ സേഫ് ആയിട്ടിരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ഹയർ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സെക്ഷൻ മോഡൽ സെലക്ട് ചെയ്തത്. സോ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരിക്കലും ലോവർ ആവാനും പാടില്ല, ഒരു 200-250 റേഞ്ചിലോട്ട് വരാനും പാടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഹയർ സെറ്റ്, സോ ദാറ്റ് വി ക്യാൻ നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. സോ നമ്മൾ പ്രോബ്ലം എക്സാം ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സെക്ഷൻ എക്കോണമിയുടെ കേസ് നോക്കുമ്പോൾ 225 കുറച്ചും കൂടെ ഡെപ്ത് കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷേ സെക്ഷൻ എപ്പോഴും സേഫ് ആയിരിക്കും. സോ ഞാൻ ഒന്നും റീഡിസൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഹൈ ആയിട്ടുള്ള സെക്ഷൻ മോഡൽസുള്ള സെക്ഷൻ സെലക്ട് ചെയ്തത്. സോ എന്നിട്ട് ഇതേ സെക്ഷൻ ISMB 225 SP6 പോയിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് എഴുതാം. ഹൈറ്റ് ഓഫ് സെക്ഷൻ, ഓഫ് ഫ്ലാഞ്ച്, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച്, തിക്നെസ് ഓഫ് വെബ്, IZ, R1 ആൻഡ് RY എഴുതണം. സോ എന്നിട്ട് നമ്മൾ അനക്സർ Hൽ നിന്നാണ് നമ്മൾ ഇതിൽ എഴുതുന്നത് ZPZ, ZEZ എഴുതണം. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സെക്ഷനെ ക്ലാസിഫൈ ചെയ്യണം. ഇത് പ്ലാസ്റ്റിക് ആണോ കോമ്പാക്റ്റ് ആണോ എന്നുള്ളതിന് ക്ലാസിഫിക്കേഷനിലോട്ട് പോകണം. സോ അതിന് വേണ്ടി നമ്മൾ ടേബിൾ 2 ഓഫ് IS800 പോകണം. സോ നമുക്കറിയാം അതിനകത്ത് വരുന്ന 2 റേഷ്യോസ് ആണ്, ഈ B/TF റേഷ്യോയും D/TW റേഷ്യോയും. അതിൽ B എന്ന് പറയുന്നത് ഔട്ട് സ്റ്റാൻഡ് ഓഫ് ദ ഫ്ലാഞ്ച് ആണ്, നമ്മുടെ കേസിൽ ഫ്ലാഞ്ചിന്റെ വിഡ്ത്തിന്റെ ഹാഫ് ആയിരിക്കും, ഈ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. E/TWD എന്ന് പറയുന്നത് നമ്മുടെ എഫക്റ്റീവ് അല്ലെങ്കിൽ ക്ലിയർ ഡെപ്ത് ഓഫ് വെബ് ആണ്. ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ നേരത്തെ പ്രൊവൈഡ് ചെയ്ത പോലെ ടോട്ടൽ ഡെപ്ത് ഓഫ് ദി ഐ സെക്ഷൻ മൈനസ് ട്വൈസ് ഈ ഡിസ്റ്റൻസ് TF-ഉം R. കാരണം ഇത് രണ്ട് സൈഡിൽ നിന്ന് കുറച്ചാൽ മാത്രമേ ഈ Dയുടെ വാല്യൂ കിട്ടത്തുള്ളൂ. നമ്മളിത് രണ്ടിന്റെ റേഷ്യോ എടുക്കുമ്പോൾ
ആസ് പെർ ടേബിൾ 2 പ്ലാസ്റ്റിക് കണ്ടീഷൻ്റെ രണ്ടിനും ഫോൾ ചെയ്യുന്നത് മനസ്സിലായി. കാരണം 9.4 ആണ്, പക്ഷേ ഈ നമ്മുടെ കേസിൽ എന്താണ് 1 ആയതുകൊണ്ട് 9.4 തന്നെ എടുക്കാൻ പറ്റും. ഈ രണ്ട് കേസും നോക്കുമ്പോൾ നമ്മുടെ സെക്ഷൻ ക്ലാസ് 1 അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണ് മനസ്സിലായി. മാത്രമല്ല നമ്മുടെ D/DW ലെസ് ദാൻ 67 ആണല്ലോ, ആൾറെഡി 28 ആണ് കിട്ടിയ സ്ഥിതിക്ക് 67 ആണ്, ഷിയർ ബക്കിളിങ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ഷിയർ കപ്പാസിറ്റി ചെക്ക് ചെയ്യണം. അതായത് നമ്മുടെ വെദർ നമ്മുടെ സെക്ഷൻ ഷിയർ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് വരുന്നോ ഇല്ലെന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ നമ്മുടെ ഈ കേസിൽ ഡിസൈൻ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 30 kN ആണ്. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് നമ്മൾ ക്ലോസ് 8.4 നമ്മൾ VD എന്ന് പറയുന്നത് FyW into AV, which is the shear acting area, which is the area of the web, the √3 gamma m0 ആണ്. സോ ഹിയർ ഏരിയ ഓഫ് ദി വെബ് എന്ന് പറയുന്നത് നമ്മുടെ IS MB 225 നമ്മൾ യൂസ് ചെയ്ത സെക്ഷൻ IS MB 225 ആകുമ്പോൾ ഏരിയ ഓഫ് ദി വെബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐ സെക്ഷൻ നമ്മൾ വരയ്ക്കുകയാണ്. ദിസ് ഈസ് ദ ഐ സെക്ഷൻ. നമ്മൾ ഷിയർ റെസിസ്റ്റ് ചെയ്യുന്നത് വെബിൻ്റെ ഏരിയ എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഈ ടോട്ടൽ വെബിൻ്റെ ഏരിയ മൊത്തത്തിലാണ് നമ്മൾ ഷിയർ വരുമ്പോൾ റെസിസ്റ്റ് ചെയ്യുന്നത്. ഷിയറിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. സോ ഹിയർ വിൽ അസ്യൂം ദാറ്റ് ദിസ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 225 ആണ്, തിക്നെസ് ഓഫ് ദി വെബ് എന്ന് പറയുന്നത് 6.5 ആണ്. സോ ഇതാണ് നമ്മുടെ ഡിസൈൻ ഷിയർ ഫോഴ്സ് ആയിരിക്കും. ഈസ് ഗ്രേറ്റർ ദാൻ 30 kN ഇസ് ദ ഷിയർ ഓഫ് ആക്ടിങ്, ഹെൻസ് ഇവിടെ സെക്ഷൻ ഷിയർ സേഫ് ആയിരിക്കും. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്ന അൺസപ്പോർട്ട് കേസ് വരുന്നത് നമ്മൾ ചെക്ക് ഫോർ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത്. അതായത് 30 kN ആണ് നമുക്ക് ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ്, അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നേരത്തെ പ്രോബ്ലം ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ക്ലോസ് 8.2.2 ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീമിന്റെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് വരുന്നത്. സോ അവിടെ നമുക്ക് MD എന്ന് പറയുന്നത് βB Z B FCD എന്താണ്, ഡിസൈൻ ബെൻഡിങ് കംപ്രസീവ് സ്ട്രെസ് ആണ്. βB എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്റ്റിക്കിന് കോമ്പാക്റ്റിന് 1 ആണ്. സോ ലാറ്ററൽ ടോർഷൻ മൊമെന്റ് എന്ന് പറയുന്ന സാധനം MCR, അതായത് ടോർഷൻ ആണ് മൊമെന്റ് എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ആണുള്ളത്. ഇലാസ്റ്റിക് മോഡുലസ് അറിയാം, ഷിയർ മോഡുലസ് നമുക്കറിയാം. ആക്ച്വലി ഷിയർ മോഡുലസിന്റെ വാല്യൂ ഇലാസ്റ്റിക് മോഡുലസിന്റെ വാല്യൂ പേജ് 12 ക്ലോസ് 2.2.4.1 കോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് E/2 × 1 ചെയ്യുന്നതിന് വരെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതിയാവും. ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലാറ്ററൽ ടോർഷൻ മൊമെന്റിനെക്കാളും കൂടുതലായിരിക്കണം നമ്മുടെ ഡിസൈൻ ബെൻഡിങ് മൊമെന്റ്, അല്ലെങ്കിൽ ലാറ്ററൽ ടോർഷൻ കാരണം അത് ഫെയിൽ ആവും. അപ്പോൾ നമ്മൾ കോഡിലോട്ട് പോകുമ്പോൾ നമ്മുടെ ക്ലോസിൽ തന്നെ ഈ MCRന്റെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്, കോഡിൽ തന്നെ പറയുന്നു ലാറ്ററൽ ടോർഷൻ ബക്ലിംഗ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ടോർഷൻ പറയും. ക്ലോസ് 8 എനിക്ക് ക്ലോസ് വരുന്നത് ക്ലോസ് 8.2.1 തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് ചെക്ക് ചെയ്താൽ മാത്രമേ, കാരണം ഈ ടോർഷൻ ബക്ലിംഗ് കൊണ്ട് ഫെയിൽ ആവാൻ പാടില്ല, അപ്പോൾ ഇതും കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഈ ബെൻഡിങ് സ്ട്രെസ്സിൽ MCRന്റെ കേസ് ചെക്ക് ചെയ്യേണ്ടി വരും. മാത്രമല്ല നമ്മുടെ M മസ്റ്റ് ബി ലെസ് ദാൻ MD ആയിരിക്കണം. MD എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും കൂടുതലായിരിക്കണം, മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന സെക്ഷനേക്കാളും കൂടുതലായിരിക്കണം നമ്മൾ. MCRന്റെ ഇക്വേഷനിൽ നമുക്ക് കോഡ് തന്നിരിക്കുന്ന √π² EIY LT² പ്ലസ് GIT പ്ലസ് π² EIW LT² ആയിരിക്കണം, വിച്ച് ഈസ് ഈക്വൽ ടു βB ZB CBR. CBR നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തൊരു കണ്ടീഷനാണ്. ഇതിൽ ഓരോ വാല്യൂസ് എന്താണെന്നുള്ളത് ഇവിടെ ചെയ്തിട്ടുണ്ട്. IT ടോർഷൻ കോൺസ്റ്റന്റ് ആണ്, IW വാർപ്പിംഗ് കോൺസ്റ്റന്റ് ആണ്, IYM അതേ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻഡ് റേഡിയസ് ഓഫ് വേരിയേഷൻ അബൌട്ട് ദി വീക്കർ ആക്സിസ്. ഇമ്പോർട്ടൻ്റ് ആണ് വീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എനിക്ക് വാല്യൂസ് കുറവായിട്ടുള്ളത് എഫക്റ്റീവ് ലെങ്ത് ഓഫ് ലാറ്ററൽ ടോർഷൻ ബക്ലിംഗ് ആണ്. അപ്പോൾ ഞാൻ സിംപ്ലി സപ്പോർട്ട് ആയതുകൊണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുക്കുന്നു. HF എന്ന് വെച്ചാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്ലാഞ്ചസ് ആൻഡ് TF എന്ന് വെച്ചാൽ തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് ആണ്. ഫസ്റ്റ് നമുക്കറിയാം ടോർഷൻ കോൺസ്റ്റന്റ്. ടോർഷൻ കോൺസ്റ്റന്റ് പറയുന്നത് സിഗ്മ ഓഫ് VI/TI³ ആണ്. അതായത് നമ്മുടെ ഓരോ ടേം, അതായത് നമ്മുടെ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഫ്ലാഞ്ച് ടോപ്പിലും ബോട്ടത്തിലും ഉണ്ട്. ടോർഷൻ സംഭവിക്കുന്നത് ടോപ്പ് ഫ്ലാഞ്ചിലാണ്. ഇത് 1 ton ആണ് ആക്ച്വലി BF എന്ന് വെച്ചാൽ. തിക്നെസ് ഓഫ് ദി ഫ്ലാഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്, TI എന്ന് പറയുന്നത് SP 6 തന്നെ ഉണ്ട്. TI എന്ന് പറയുന്നത് TF എന്ന് പറയുന്നത് 11.8 ആണ്. ഇത് 11.8 ആണ്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, 225 ആണ്. സോ നമ്മളിതിൻ്റെ ഓരോന്നിൻ്റെയും എടുക്കണം, നമ്മളിതിൻ്റെ ഓരോന്നിൻ്റെയും മൊമെൻറ്റിൻ്റെ സം എടുക്കണം. അതാണ് നമ്മൾ അതിനെ സെൻവെലാൻസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ടോർഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയും. സോ വാട്ട് ഈസ് BdQ/3? അപ്പോൾ അതിൻ്റെ ടോർഷണൽ കോൺസ്റ്റന്റ് ഇക്വേഷൻ സിഗ്മ ഓഫ് BI/TI³ ആണ്. സോ ഒരു ഇക്വേഷൻ്റെ ഒരു വേരിയേഷൻ ഉണ്ട്. 2 times കാരണം ടോപ്പിലും ബോട്ടത്തിലും ഫ്ലാഞ്ച് ഉണ്ട്. സോ ദിസ് വിൽ ബി 2 times ഇത്, കാരണം ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ, അതായത് 1 ton × 11.8³ / 3 എന്ന് പറയുന്നത് 2 times ഉണ്ട്. പ്ലസ് ഇനി അടുത്ത B എന്ന് പറയുന്നത് 2 times രണ്ട് സൈഡിൽ നിന്നും കുറച്ചാൽ മാത്രമേ നമുക്ക് 6.5³ കിട്ടത്തുള്ളൂ.
സോ ആ ഒരു വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടിയിരുന്നത്, വിച്ച് ഈസ് സോ നമുക്ക് ടോർഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് 138,925.505 എന്ന് കിട്ടും. അതാണ് ടോർഷണൽ കോൺസ്റ്റന്റ് വാല്യൂ. സോ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതിനുശേഷം ഇപ്പം നമുക്ക് ഐ ടി കിട്ടിയാൽ അടുത്തത് ഇത് അൺനോൺ ആയിട്ട് വരുന്ന ഫാക്ടർ എന്ന് വെച്ചാൽ IW ആണ്. സോ IW എന്ന് പറയുന്നത് ആസ് പെർ കോഡ് അനുസരിച്ച് ഇറ്റ് ഈസ് കാൾഡ് എസ് വാർപ്പിംഗ് കോൺസ്റ്റന്റ് ആണ്. സോ വാർപ്പിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് വാർപ്പിംഗ് കാരണം സം കൈൻഡ് ഓഫ് റിഡക്ഷൻ ഫാക്ടർ ഇവിടെ അപ്ലൈ ചെയ്യും ടു ദി നമ്മുടെ IY, that's yield strength divided by HF. HF എന്ന് പറയുന്നത് the center center distance between the flanges ആണ്, which is equal to the total distance minus the thickness of the flange ആണ്. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് 225 ആണ്, 11.8 ആണ്. അപ്പം നമുക്ക് HF എന്ന് പറയുന്നത് 213.28 കിട്ടും. സോ IW എന്ന് പറയുന്നത് വാർപ്പിംഗ് കോൺസ്റ്റന്റ് 1 മൈനസ് 0.5, ബിക്കോസ് നമ്മളിപ്പോൾ എടുക്കുന്ന IFC പ്ലസ് IFT എന്ന് പറയുന്നത് 0.5 ആയിട്ട് നമ്മൾ എടുത്തിട്ട് ആ വാല്യൂ 1.5 ഇൻറ്റു PF, which is 0.5 into what is IY, it is the weaker section ഉള്ള moment of inertia 218.34 10 raised to 4 ആണ്, 10 raised to 4. So IW യുടെ ഇക്വേഷനിൽ HF സ്ക്വയർ എന്നുണ്ടായിരുന്നു. സോ ഈ കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് 2.48 into 10 raised to 10 into mm raised to 6 എന്ന് വാല്യൂ കിട്ടും. സോ ഇവിടെ HF സ്ക്വയർ ആണ് ആസ് പെർ കോഡ് അനുസരിച്ച്. സോ ഇവിടെ സ്ക്വയർ ഉണ്ടായിരുന്നു, മിസ്സിംഗ് ആയിരുന്നു. Now we will calculate the elastic torsional moment അല്ലേ, MCR. സോ MCR എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടോർഷൻ കോസ് ചെയ്യുന്ന ആ മൊമെന്റ് ആണ് MCR എന്ന് പറയുന്നത്. സോ അതിൽ ഇക്വേഷനിൽ നമ്മൾ ആസ് പെർ കോഡ് അനുസരിച്ചുള്ള ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ദാറ്റ് ഇസ് പൈ സ്ക്വയർ LT സ്ക്വയറിൽ IT കണ്ടുപിടിച്ചു, IW കണ്ടുപിടിച്ചു, G എന്ന് പറയുന്നത് നമുക്കറിയാം. ഫ്രം പേജ് നമ്പർ 12 ക്ലോസ് 2.2.4 0.769 10 raised to 5 എന്നുണ്ട്. ഡയറക്റ്റ് നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഫോളോയിങ് വാല്യൂസ് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ മൊമെന്റിന്റെ വാല്യൂ 61 kN മീറ്റർ കിട്ടും. അതായത് 61 kN മീറ്ററിലായിരിക്കും ഇലാസ്റ്റിക് ആയിട്ടുള്ള ടോർഷൻ ബക്ലിംഗ് ഉണ്ടാവുന്നത്. സോ എന്തായാലും ഡെഫിനറ്റ്ലി നമ്മുടെ മാക്സിമം ഡെവലപ്പ് ചെയ്ത് 30 kN ആയതുകൊണ്ട് അത് സേഫ് ആയിരിക്കും. നൗ വാട്ട് വി ഹാവ് ടു ഡു ഈസ് ദാറ്റ് നമ്മൾ അതിനുശേഷം എന്ത് കണ്ടുപിടിച്ചു, നമ്മൾ ലാറ്ററൽ ടോർഷൻ മൊമെന്റ് കണ്ടുപിടിച്ചു. സോ ഇവിടുത്തെ കേസിൽ ഇത് വെദർ ദിസ് ലാറ്ററൽ ടോർഷൻ ഹാസ് ടു ബി കൺസിഡർ ഓർ നോട്ട് എന്നൊരു കണ്ടീഷൻ. അതിനുവേണ്ടി നമ്മളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോൺ ഡയമെൻഷണൽ സെൻട്രസ് റേഷ്യോയുടെ വാല്യൂ ആണ്. സോ നോൺ ഡയമെൻഷണൽ സെൻട്രസ് റേഷ്യോയുടെ വാല്യൂ ഇറ്റ് ഈസ് വിത്തിൻ ദ സ്റ്റാൻഡേർഡ് വാല്യൂ ആണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ കോഡിൽ തന്നെ പറയുന്നുണ്ട് ആ ഒരു കണ്ടീഷൻ. സോ നമ്മൾ നോൺ ഡയമെൻഷണൽ സെൻട്രസ് റേഷ്യോയുടെ വാല്യൂ ലാംഡ LT എന്ന് പറയുന്നത് എന്താണ്, ലാംഡ LT എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ബീറ്റ ബൈ ZP FI ബൈ MCR ആണ്. സോ MCR നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.195 കിട്ടും. സോ വാട്ട് ഈസ് ദ ഇലാസ്റ്റിക് കേസ് ഫോർ ലാംഡ LT? ഇലാസ്റ്റിക് ആയിട്ട് ലാംഡ LT വരുന്നെങ്കിൽ ഈസ് റൂട്ട് ഓഫ് 1.2 ZD FI ബൈ MCR ആണ്. അത് റേഷ്യോ 1.2 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ZPയിലുള്ള ഇത് 1.195 ആണ്, ഈസ് ലെസ് ദാൻ 1.2. ഹെൻസ് നമുക്ക് ലാറ്ററൽ ടോർഷൻ ബക്ലിങ്ങിന്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല ഫോർ ദിസ് എബോവ് സെക്ഷൻ. നമ്മൾ അത്രയും സെക്ഷന്റെ സ്റ്റിഫ്നെസ് കൂടുതലാണ്. സോ നൗ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി FPD വാല്യൂ. സോ ബിക്കോസ് നമ്മുടെ ഇതിൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ബീറ്റ ബൈ ZP ഇൻറ്റു FCD എന്നാണ് ഇക്വേഷൻ. സോ ഇതിൽ FCD കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് psi LT കണ്ടുപിടിക്കണം, which is psi LT is equal to 1 by ഈ ഇക്വേഷൻ ആണ്. പക്ഷേ ഇതിൽ ഈ phi LT യുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇവിടെ ആൽഫ LT ഫോർ ഓൾ സെക്ഷൻ 0.21 ആണ്. പിന്നെ ഇത് നോൺ ഡയമെൻഷണൽ സെൻട്രൽ റേഷ്യോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ 1.195. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് phi LT യുടെ വാല്യൂ കിട്ടും, അതിൽ നിന്ന് നമുക്ക് psi LT യുടെ വാല്യൂ കിട്ടും. സോ ആസ് പെർ കോഡ് അനുസരിച്ച് ലെസ് ദാൻ 1 ആണ്, 0.618. ഹെൻസ് അതാണ് ഓക്കെ ആണ്. അതിന് നമ്മൾ ഡിസൈൻ പെയിന്റിംഗ് സ്ട്രെസ് കണ്ടുപിടിക്കും. ഈ ഇക്വേഷൻസ് എല്ലാം കോഡിൽ ഇക്വേഷൻസ് ആണ്, അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സ്പീഡായിട്ട് പോകുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ഡിസൈൻ പെയിന്റിംഗ് കമ്പൻസേഷൻ 138.63 കിട്ടും. ബിക്കോസ് ഇതെന്ന് വെച്ചാൽ ഇതിന്റെ എഫക്റ്റ് എന്ന് വെച്ചാൽ ലാറ്ററലി അൺസപ്പോർട്ടഡ് കേസിൽ ടോർഷന്റെ എഫക്റ്റ് ബക്ലിംഗ് ആയിട്ടുള്ള ഫെയിലിയറിന്റെ എഫക്റ്റ് കൂടെ വന്നിട്ട് ലാറ്ററൽ ടോർഷൻ ബക്ലിംഗിന്റെ ഫെയിലിയർ കൂടെ വന്നിട്ട് നമ്മുടെ ബെൻഡിങ് സ്ട്രെസ്സിന്റെ വാല്യൂ കുറയും. സോ നോർമലി വരുന്ന ബെൻഡിങ് സ്ട്രെസ്സിന്റെ വാല്യൂ എത്രയായിരുന്നു, അവിടെ വരുന്ന ബെൻഡിങ് സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 250 ബൈ Γ0 1, that is 227 ആയിരുന്നു. ഇവിടെ നമ്മൾ അത് ഫാക്ടറാണ്, നമുക്ക് കിട്ടിയ വാല്യൂ എന്തായിരിക്കും 138.63 ആയിരുന്നു. നോർമലി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്ന പറയുന്നത് അതിനേക്കാളും കുറവാണ്. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 227 പോയിന്റ് സംതിങ് കിട്ടും. അതിനേക്കാളും കുറവായ ബെൻഡിങ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ടു ദ ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ദാറ്റ് ഇസ് ബീറ്റ ബൈ ZP FCD ചേർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസൈൻ
moment carrying capacity of ISMB 48.3 ആയിരിക്കും, which is greater than 30 kN. Hence our section is safe for carrying the descent bending moment. അതിനുശേഷം നമ്മൾ നോർമലി നമ്മൾ ലാറ്ററലി സപ്പോർട്ടഡ് അല്ലെങ്കിൽ റിസ്ട്രെയിൻ കേസിൽ ചെയ്തുള്ള സ്റ്റെബിലിറ്റി ചെക്ക് കൂടി ചെയ്യേണ്ടി വരും. ഇതിൽ ഫസ്റ്റ് ഡിഫ്ലക്ഷൻ ചെക്കാണ്. സോ ഡിഫ്ലക്ഷൻ ചെക്ക് നമുക്ക് സർവീസിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് നമുക്ക് സർവീസിബിലിറ്റി ആയിട്ടുള്ള ലോഡാണ് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് ലോഡിൻ്റെ ഫാക്ടർ ലോഡ് നമുക്ക് മാത്രം ചെയ്യുക. അതിൽ L/300 റേഷ്യോ, L എന്ന് വെച്ചാൽ എഫക്റ്റീവ് സ്പാൻ L/300 30.3 പെർമിസിബിൾ ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ മാക്സിമം ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ സിംപ്ലി സപ്പോർട്ട് W/384 ആണ്. അതിൽ E എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റി, I എന്ന് വെച്ചാൽ ഐസറിൻ്റെ മൗണ്ട് ഓഫ് ഇനർഷ്യ. സോ സബ്സ്ട്രീം 4.88 ആണ് വന്നത്. Is well below the permissible deflection. Hence our section will be safe for and it will be satisfying the serviceability criteria. Next we are നമ്മുടെ വെബ് ബെയറിംഗ് വെബ് ക്രിട്ടിനെ ചെക്ക് ചെയ്യണം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ അവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മളൊരു ബെയറിംഗ് സ്റ്റിഫ് ഓഫ് 100 mm അസ്യൂം ചെയ്യും. സോ 100 mm ബെയറിംഗ് സ്റ്റിഫ്നെസ് പ്ലേറ്റ് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ബെയറിംഗ് ഏരിയ കണ്ടുപിടിക്കും. സോ നമ്മൾ ലോഡ് ഡിസ്പെർഷൻ 2.5 ആയിരുന്നു. 2.5 thickness of flange plus R1 ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. കാരണം ഇവിടെ ഐ സെക്ഷൻ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് എൻഡ് കിട്ടും. പ്ലസ് നമ്മൾ അസ്യൂം ചെയ്ത് സ്റ്റിഫ് ബിയറിംഗിൻ്റെ ഏരിയ അതുകൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വിച്ച് ഇസ് 88, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ദ ഷിയർ വിച്ച് ഇസ് ഡെവലപ്ഡ് 30 kN. കാരണം വെച്ചാൽ ഷിയർ മൂലമായിരിക്കും വെബിലുള്ള ബിയറിംഗിലും ഗ്രിപ്പിംഗ് ഉണ്ടാകുന്നത്. അത് മാത്രമല്ല ഇനി വെബ് ബക്ലിങ്ങിൻ്റെ കേസും കൂടെ ഉണ്ട്. ഈവൻ ദോ നമ്മൾ ആ വെബ് ബക്ലിങ്ങിൻ്റെ വാല്യൂ D/TW ലെസ് ദാൻ 64 ആയാലും ഇത് ലാറ്ററൽ അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള കേസ് ആയതുകൊണ്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് സെൻട്രൽ റേഷ്യോയുടെ വാല്യൂ എന്ന് വെച്ചാൽ 2.5 into TW/TW. TW എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് വെബ് ആണ്. ഇറ്റ് ഈസ് 177.4 ആണ്. അതായത് ഡെപ്ത് ഓഫ് ദി വെബ് മാത്രം എടുക്കുമ്പോൾ ഇത് തിക്നെസ് ഓഫ് വെബ് 6.5 ആയി 68.3 ആണ്. ഇസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ വെബ് ഈസ് റെക്ടാങ്കിൾ, ഇറ്റ് ബിലോങ് ടു ക്ലാസ് C ആണ്. അതായത് നമ്മൾ വെബ് മാത്രമായിട്ട് ബക്ലിംഗ് എടുക്കുമ്പോൾ അത് റെക്ടാങ്കിൾ ആയിട്ടുള്ള ഇതായതുകൊണ്ട് നമുക്ക് അതിന് ക്ലാസ് C എടുക്കേണ്ടി വരും. സോ നമ്മൾ ആ ഒരു വെബ് മാത്രമായിട്ട് ഒരു കോളമായിട്ട് കൺസിഡർ ചെയ്യും ഈ കേസിൽ. കാരണം വെബിൽ ബക്ലിംഗ് ആണ്. ബക്ലിംഗ് എന്ന് പറഞ്ഞ ഫിനോമിനൻ നമുക്ക് അറിയാമല്ലോ. ഒരു കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ലാറ്ററലി ഉണ്ടാകുന്ന ഒരു ഡിഫ്ലക്ഷൻ ബക്ലിംഗ് നമ്മൾ കോളത്തിൽ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ കോളത്തിൽ എങ്ങനെയാണോ ബക്ലിങ്ങിൻ്റെ ചെക്ക് നടത്തിയത് അതേപോലെ തന്നെ നമ്മൾ ടേബിൾ 9C ക്ലാസ്സിലെ ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കണം. FCD കണ്ടുപിടിക്കണം കോളത്തിൻ്റെ കേസ് പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഈ സ്ട്രെങ്ത്നെസ് റേഷ്യോയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. ജസ്റ്റ് 2.5 into DW/DTW. ഇതെല്ലാം നമ്മൾ ക്ലോസ് 8.7, 3.1 അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആ വാല്യൂ കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? FCDയുടെ വാല്യൂ നമ്മൾ ഇന്റർപോളേറ്റ് കണ്ടുപിടിക്കും. നമുക്ക് FCD എന്ന് പറഞ്ഞാൽ ആ വെബിൽ ഉണ്ടാകുന്ന ആ ഒരു വെബ് ഏരിയയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 150.72 കിട്ടും. അപ്പോൾ നമുക്കറിയാം ബക്ലിംഗ് എന്ന് പറയുന്ന ഫിനോമിന എന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ വെബിൻ്റെ സെൻറ്ററിലാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല അതിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഒരു 45 ഡിഗ്രി ആംഗിളാണ്. അതായത് ഇപ്പോൾ ഞാൻ വെബിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കണമെങ്കിൽ 45 ഡിഗ്രി ആംഗിളായിരിക്കും ആ ലോഡിൻ്റെ വേരിയേഷൻ വരുന്നത്. അവിടെ ഏരിയ അതായത് ഇപ്പോൾ നമ്മളൊരു ബിയറിംഗ് ഏരിയ എടുത്ത് നോക്കിയാൽ ഒരു ബിയറിംഗ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്താൽ ഒരു എൻഡിലാണ് നമ്മൾ ബക്ലിംഗ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതുപോലൊരു എൻഡിലൊരു ബിയറിംഗ് പാഡ് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. വി ഹാവ് ദിസ് ഐ സെക്ഷൻ്റെ സൈഡ് വ്യൂ ആണ്. ഇവിടെ നമ്മൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നതെന്ന് വെച്ചാൽ ബക്ലിംഗ് ഉണ്ടാകുന്ന സെൻട്രലാണല്ലോ, ന്യൂട്രൽ ആക്സിസ് ഉള്ള പൊസിഷനിലാണല്ലോ. ഈ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ 45 ഡിഗ്രിയിലാണ് പോകുന്നത്. ഈ ഒരു ഡിസ്റ്റൻസിലായിരിക്കും ആ ഏരിയയിലായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നതിൻ്റെ ഏരിയ, എഫക്റ്റീവ് ഏരിയ ഫോർ ബക്ലിംഗ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് നമ്മളറിയാം ഈസ് 100. പക്ഷേ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ടോട്ടൽ ഡെപ്ത് ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് ഇതെത്രയും നമുക്കറിയാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്തും ഇതെന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ഡെപ്ത് ഓഫ് ദി ഐ സെക്ഷൻ ബൈ ഹാഫ് ആയിരിക്കും. സോ ഇത് രണ്ട് സം ആയിരിക്കും നമുക്ക് കിട്ടുന്ന 112.5. അതായത് എങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഹോൾ സെക്ഷൻ്റെ നേരെ പകുതി ആയിരിക്കുമല്ലോ ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ. അതാണ് ഡയറക്റ്റ് ആയിട്ട് H/2 എന്ന് എടുത്തത്. കാരണം നമ്മൾ ബക്ലിംഗ് ഉണ്ടാകുന്നത് സെൻട്രലാണ് അസ്യൂം ചെയ്തിട്ട് 45 ഡിഗ്രി ഡിസ്പേർഷൻ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. കാരണം 45 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? സെയിം ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ സെക്ഷൻ്റെ ഹാഫ് ആണ്. സോ ഇറ്റ് വിൽ ബി ആൾസോ H/2. ദിസ് ഇസ് B. So this total distance is B plus H/2. അതാണ് എഴുതുന്നത്. B plus H/2 into വെബിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആ ഡിസൈൻ ബെൻഡിങ് സ്ട്രെസ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് 213.7 ആണ് കിട്ടുന്നത്, വിച്ച് ഇസ് വെൽ അബോവ് ദ വാല്യൂ ഓഫ് 30 kN ഷിയർ ഡെവലപ്മെന്റ്. അതുകൊണ്ട് ബക്ലിംഗിന് അഗെയിൻസ്റ്റ് അത് സേഫ് ആണ്, ചെക്ക് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ വേരിയസ് ഡിസൈൻ സ്റ്റെപ്സ് ഫോർ ദി ഡിസൈൻ ഓഫ് എ laterally unsupported beams.